ഇന്നിപ്പോൾ February 14th. എല്ലാവരും വാലന്റൈൻസ് ഡേ റിലേഷനുള്ള ആൾക്കാർക്ക് വാലന്റൈൻസ് ഡേ. പക്ഷെ ഇത് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് എന്താ പറയുക, എനിക്ക് തോന്നിയത് വേറെ ഒന്നുമല്ല. ഒരാൾ ഇന്ന് എന്നോട് ഡിസ്ക്ലോസ് ചെയ്ത്, അതായത് ഇന്നത്തെ ദിവസം തന്നെ ഇത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു. അതായത് ആൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് പണ്ടത്തെ ഒരു ഇതാണ്, മീൻസ് ഇതൊരു 90s ആണ്. അതിന് കുഴപ്പമില്ല. 90s, അതായത് പറഞ്ഞാൽ 90s ഒരു പ്രണയമാണ്. നമ്മുടെ ഈ ജനറേഷനിൽ അത് ഉണ്ടാവും അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു. ആൾക്ക് ആ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആൾ മുസ്ലിമാണ്, പിന്നെ ഈ പറഞ്ഞ ഈ പെൺകുട്ടി ക്രിസ്ത്യനാണ്. അപ്പം ആ സമയത്ത് ആൾക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ആൾക്കത് പറയാൻ പറ്റിയില്ല. അതായത് പറഞ്ഞാൽ പണ്ടത്തെ, അതായത് പറഞ്ഞാൽ ഈ 90s കാലഘട്ടത്തിൽ പല പ്രണയങ്ങളും എന്താ പറയുക, ഇഷ്ടമുണ്ടായിട്ട് പറയാത്ത പല ആൾക്കാരും എനിക്ക് മിക്ക ആൾക്കാരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ അത് പറഞ്ഞില്ല. മീൻസ് ഒരു പേടി കൊണ്ട് പറഞ്ഞില്ല. പറഞ്ഞു വെച്ചെങ്കിൽ ഒരു പക്ഷേ സെറ്റാവുമായിരുന്നു എന്നുള്ളൊരു. അപ്പം ഇന്ന് ഞാൻ കേട്ടൊരു സ്റ്റോറി അതുപോലെ തന്നെയാണ്. പറഞ്ഞു വെച്ചെങ്കിൽ അത് എന്താ പറയുക, ഒരു പക്ഷേ സക്സസ്ഫുൾ ആയനെ, ഒരു നല്ലൊരു ഫാമിലി കിട്ടിയാനെ എന്നുള്ളൊരു പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഡിസ്ക്ലോസ് ചെയ്യുക. അത് ആളോട് ചെന്ന് പറയാനുള്ള ഒരു ഗട്ട്സ് നമ്മൾ കാണിക്കുക. ഇപ്പം നമുക്ക് കുറേ എന്താ പറയുക, പല ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റ എല്ലാം ഉണ്ട്. തുറന്ന് പറയാൻ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ചെയ്തെങ്കിലും പറയാനുള്ള ഒരു ഇത് കാണിക്കുക. ബിക്കോസ് നമ്മളിത് ഇന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ലേറ്റർ നമ്മൾ ലൈഫിൽ ശരിക്കും റിഗ്രറ്റ് ചെയ്യും. അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അവനോട് എനിക്ക് പറയാമായിരുന്നു, അവളോട് എനിക്ക് പറയാമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരിക്കലും വരരുത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആള് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്കത് പറയാമായിരുന്നു, എനിക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു, അന്നൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പനും അമ്മയും അത് സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഞാൻ അത് പറഞ്ഞു വെച്ചെങ്കിൽ എനിക്കൊന്നും നോക്കാതെ ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പറഞ്ഞു, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സേ ഇറ്റ് ഔട്ട്. ഓക്കെ, അത് ഫ്യൂച്ചറിൽ ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.